ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പുത്തൻ കടയാണ്. പുത്തൻ കടയെന്ന് പറയുമ്പോൾ പഴയ കടയിൽ നിന്ന് കാഞ്ഞിരംകുളം പോകുന്ന റൂട്ട്. തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ട്രിവാൻഡ്രത്താണ്. നമ്മൾ തെക്കൻ കേരളത്തിലും ബാക്കി നമ്മൾ കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്സ് ഇല്ലേ, മുറുക്ക്, പിന്നെ എന്താ സുഗിയൻ, അങ്ങനെ കുറേ സ്നാക്സ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുകയാണ്. ബർഗറിലോട്ടും പിസ്സയിലോട്ടും ഇങ്ങനെ കുറേ സംഭവങ്ങളിലോട്ടൊക്കെ മാറിയിരിക്കുക നമ്മുടെ ന്യൂ ജനറേഷൻ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ട് ഈ ഗർഭിണികളെ കാണാൻ പോകുമ്പോഴും ഇങ്ങനെ പഴയ സാധനങ്ങൾ മുറുക്ക് അതുപോലെ പല പലഹാരങ്ങളും കൊണ്ടു കൊടുക്കുന്ന പല ആചാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചില സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ ഭൂരിപക്ഷത്തും അത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് നല്ല മുറുക്കും അങ്ങനെ പല പലഹാരങ്ങളും കിട്ടുന്ന ഒരു കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കട ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, രമ്യ മുറുക്ക് കട. ഇവിടെ തന്നെ ചെല്ലുമ്പോൾ തന്നെ കാണാം നമ്മുടെ നെയ്യപ്പമുണ്ട്, പിന്നെ സുഗിയനുണ്ട്, നുറുക്കുണ്ട്, പിന്നെ നമ്മുടെ കുഴലപ്പം, അച്ചപ്പം എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും ഇത് കഴിക്കലും എല്ലാം തുടങ്ങും. നമസ്കാരം മുരുകൻ ചേട്ടാ. നമസ്കാരം. ഇതാണ് മുരുകൻ ചേട്ടൻ, നമ്മുടെ ഈ കടയുടെ ഉടമസ്ഥനാണ്. ചേട്ടാ, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു ഈ ഏരിയ മൊത്തം നമ്മുടെ പലഹാരങ്ങളുടെ കടയാണ് നിറച്ച്. ഇവിടുന്ന് എന്താ പറയാ, ശരിക്കും ഇവിടെ ബേക്കറികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇത് ഓർഡർ അനുസരിച്ചാണോ? ബേക്കറി കൊടുക്കും, അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഓർഡർ അനുസരിച്ച്. എത്ര നാളായി നമ്മൾ കട തുടങ്ങിയിട്ട്? 15 കൊല്ലമായി. 15. ഇത് ആരായിട്ടാ തുടങ്ങിയ, ചേട്ടനായിട്ടാണോ അതോ? ഞാനും എൻ്റെ ഭാര്യയായിട്ട്. ഇപ്പോൾ എന്തൊക്കെ ഐറ്റംസ് നമ്മളിവിടെ ഉള്ളത്? ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ കൈകൊണ്ട് ചുറ്റുന്ന മുറുക്കുണ്ട്. എന്താ? കൈകൊണ്ട് ചുറ്റുന്ന മുറുക്കുണ്ട്. കൈകൊണ്ട് ചുറ്റുന്ന മുറുക്കുണ്ട്. പിന്നെ മുന്തിരിക്കൊത്തുണ്ട്. മുന്തിരിക്കൊത്ത് വറുത്ത മോദം എന്ന് വെച്ചാൽ പയറെല്ലാം വറുത്ത് പിന്നെ നമ്മുടെ തേങ്ങ എല്ലാം വറുത്ത് ഉണ്ടാക്കി വെക്കുന്ന സാധനമാണത്. അത് 1 മാസം വരെ ഇരിക്കുകയും ചെയ്യും. അതിന്റെ കാര്യമാണ്. പിന്നെ നെയ്യപ്പം കൊടുക്കും. നെയ്യപ്പം എല്ലാം അത് ഓർഡർ അനുസരിച്ച് ചെയ്യും. പിന്നെ സാധാരണ കൊടുക്കും. പിന്നെ പക്കാവടയുണ്ട്. പക്കാവട വലിയ തട്ട് പിന്നെ പ്രസവമൊക്കെ 7 മാസം കൂടെ കൊടുക്കും. അതിന് ചെറിയ പീസുണ്ട്. അച്ചപ്പമുണ്ട്, പിന്നെ കാരച്ചുണ്ട്. അല്ലല്ല, കാരച്ചു അങ്ങുണ്ട്, കാരച്ചുണ്ട്. പിന്നെ കേക്കുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മൊത്തം 7 ഐറ്റം പലഹാരം കൊടുക്കും. ഇതെന്താ ഇങ്ങനെ പ്ലേറ്റിലാക്കി ഈ പിന്നെ ഉള്ള ഈ അച്ചില് ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിൽ ഇട്ടാലേ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയാണല്ലേ ഇരിക്കും. അപ്പൊ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് അത് 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് നമ്മൾ വരുമ്പോൾ അച്ച് താഴെ കിടക്കും. അതിനുശേഷം അച്ചെടുത്ത് മാറ്റി കൊടുക്കണം. ഇതിങ്ങനെയല്ലേ അച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്? അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ എന്റെ ഈ കടയിൽ സ്റ്റാഫ് 12 പേരുണ്ട്. ചേട്ടന്റെ വൈഫ് ഉൾപ്പെടെ ഞാനും എന്റെ വൈഫും പോയിട്ട് 13 പേരുണ്ട്. എല്ലാരും കൂടി ഒത്ത് ചെയ്യുവാണല്ലേ? ഓഹോ. അപ്പൊ എന്തായാലും ചേട്ടാ, ഇതിന്റെ മാവൊക്കെ എങ്ങനെയാ? നമ്മുടെ അച്ചപ്പല്ല, ഇത് മുറുക്കിന്റെ മുറുക്കെന്ന് പറഞ്ഞാൽ വലിയ മുറുക്കാണ്, നമ്മുടെ ചെറിയ മുറുക്കൊന്നും അല്ല. അപ്പൊ ഈ മിക്സിയിലടിക്കുന്ന മുറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷീൻ ആയിരിക്കും. ഇതാണല്ലോ മെഷീൻ. അതാണ് മെഷീൻ. നമ്മുടെ മെഷീൻ ഉണ്ട്. ഒന്ന് മെഷീന്റെ അടുത്ത് നമുക്കൊന്ന് പോയിട്ട് വരാം. നമുക്ക് മെഷീന്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഇത് എന്ത് മാവാ ശരിക്കും? നമ്മുടെ അരിമാവ്. അരിമാവ്, ഉഴുന്ന മാവ്, എള്ളുണ്ട്, ഓമമുണ്ട്, ജീരകമുണ്ട്. പിന്നെ ഉഴുന്ന മാവ്, അരിമാവ്. 20 കിലോ അരിമാവിന് 2 കിലോ ഉഴുന്ന മാവ് ചേരും. മുറുക്കിനൊന്നാണ് ഇത്. കണ്ടോ, ഇത് ഇതിനകത്ത് എള്ളുണ്ട്, പിന്നെ ഓമമുണ്ട്, ജീരകമുണ്ട്, പിന്നെ മാവ്, നമ്മുടെ അരിമാവ്, ഉഴുന്ന മാവ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഉപ്പ് എല്ലാം ഇട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് അടപ്പെടുത്ത് മാറ്റുമല്ലോ. ഓഹോ. ഇത് 5 ചുറ്റി വരുമ്പോൾ മുറിച്ച് മാറ്റി കൊടുക്കും. 5 ചുറ്റി വരുമ്പോൾ മുറിച്ച് മാറ്റി കൊടുക്കും. എന്നിട്ട് ഇത് എത്ര നേരം നമ്മൾ എണ്ണയിൽ ഇട്ട് വെക്കണം? എണ്ണയിൽ 2 മിനിറ്റ് വേണം. 2 മിനിറ്റ് വേണം. കുറച്ച് സാധനം ഇടുമ്പോൾ 2 മിനിറ്റ് ഉണ്ടെങ്കിൽ മാറ്റി വെച്ച ശേഷം അച്ഛൻ്റെ അടുത്ത് മാറ്റിയതിന് ശേഷമാണ് അടുത്ത് ഇതിട്ട് പൊരിച്ചെടുക്കണല്ലേ? ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് വലിയ കൊട്ടയിലൊക്കെ ഇതേപോലെ പല പലഹാരങ്ങൾ കെട്ടി നമ്മൾ വീട് കാണാൻ ചെല്ലുമ്പോഴും
പിന്നെന്താ അമ്മമാരൊക്കെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴും ചേച്ചിമാരൊക്കെ എല്ലാവരും കൂടി വലിയ കൊട്ടയിലൊക്കെ പോകുന്നുണ്ടല്ലോ. അതൊന്നും ഇപ്പൊ ശരിക്കും കാണാനില്ല അധികം. ഇവിടെ ഉണ്ടല്ലേ? വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കൂല, ഇട്ട് വെക്കും, വന്ന് കൊണ്ടുപോവാണ്. ഓഹോ, അങ്ങനെയാണല്ലോ. അതുപോലെ ഇപ്പൊ നാളെ മറ്റന്നാൾ എല്ലാം ഓർഡറുണ്ട്, സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയ തൊട്ട് പക്ക അവിടെ വെച്ചിട്ടുണ്ട്, കാർച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും അതെല്ലാം എടുത്ത് കാണിക്കാം. ഇപ്പൊ അങ്ങനത്തെ ഒരു ചടങ്ങ് തന്നെ ഏകദേശം ഇല്ലാണ്ട് ഉണ്ട്, പക്ഷെ വീട്ടിലില്ല, എല്ലാം കടയിൽ വന്നു. അതാണ് ഇപ്പൊ എല്ലാം ബേക്കറികളിലോട്ട് മൊത്തം. ബേക്കറി പോകില്ല, ഇതേപോലെ കടയിൽ വരുന്നുണ്ടല്ലേ. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എറണാകുളത്ത് വരുന്നത്, അവിടെയൊക്കെ മൊത്തം ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ ഓർഡർ കൊടുത്ത് അങ്ങ് എടുത്തിട്ട് പോവാണ്. ബേക്കറിയിൽ തന്നെ ഇതുപോലത്തെ കടയൊന്നും അങ്ങനെ കാണാനില്ല. ഒരുപാട് സഹായം ഉണ്ട് ഇവിടെ. നമ്മള് വീട്ടിലുണ്ടാക്കിയാണല്ലോ കൊടുത്തോണ്ടിരുന്നത്. അത് 1 കിലോയ്ക്ക് 50 രൂപ ഉണ്ടാക്കണേന്. ആ 50 രൂപ വെച്ച് 100 കിലോയ്ക്ക് സാധനം ഉണ്ടാക്കുമ്പോൾ എത്ര രൂപയായി? 5000 രൂപ 10000 ആയില്ലേ? അപ്പോൾ ആ പൈസ മതി ഇവിടെ സാധനം നമുക്ക് വാങ്ങാം. മാവ് അത് കുറച്ച് കയറ്റണം അല്ലേ. എന്നിട്ട് ഈ അച്ചാണ്, ഈ അച്ചിലോട്ട് ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നേരെ എടുത്ത് നമ്മൾ ഇടുകയാണല്ലേ. ഇത് നല്ല പുക ഒന്ന് കണ്ണിലോട്ട് തട്ടുന്നത്. എണ്ണ ചൂടാക്കുന്ന മൊത്തം വിറകിലാണ്, ഗ്യാസോ അങ്ങനത്തെ ഒന്നുമല്ല. ഗ്യാസ് വെക്കാൻ പറ്റൂലല്ലേ. ഇത് ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരുവം കിട്ടൂല, കറക്റ്റ് അറിയാൻ പറ്റില്ല, കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റൂല. അതെല്ലാം നോക്കിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഈ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇടുമ്പോൾ എണ്ണ കാഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ പുറം കരി ഉള്ളു വേവില്ല. പുറം പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ സ്പോട്ടായി എടുക്കുമ്പോഴേ ഒരു ചടങ്ങായിരിക്കും.